അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഇന്നത്തെ സെഷനിൽ നമ്മൾ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റിന്റെ ഒരു MCQ ഡിസ്കഷൻ സെഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ പ്ലാൻ പത്തോളജി എന്ന മൊഡ്യൂളില് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള തിയറിയിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു അറൌണ്ട് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട് കയ്യിൽ, നമുക്ക് അത്രയും മാക്സിമം ഡിസ്കസ് ചെയ്യാം. സോ അതില് ക്വസ്റ്റ്യൻ ആൻസർ അലോങ് വിത്ത് ഒരു എക്സ്പ്ലനേഷനും കൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ ബേസിക്കലി പോകുന്നത്. സോ നമുക്ക് വിതൗട്ട് എനി ഡിലേ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. So first question says, the fungus of Drexlera oryzae produces toxins which are highly toxic to rice seedling. Name of such toxin is options ABA, trimethylamine, isobutylene, none of this. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് the fungus of Drexlera oryzae produces toxins which are highly toxic to rice seedling. അപ്പോൾ റൈസിന്റെ സീഡ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ നമുക്കറിയാം വിത്തിൽ നിന്നും മുളച്ചു വരുന്ന ആ ഒരു ചെറിയ തൈ, കുഞ്ഞു തൈ ഇല്ലേ, അപ്പൊ അതിന് ടോക്സിക് ആയിട്ട് വരുന്ന കുറച്ച് ടോക്സിൻസ് ഈ Drexlera oryzae എന്ന് പറയുന്ന ഫംഗസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ആ ഫംഗസ് ഉണ്ടാക്കുന്ന ടോക്സിനിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതില് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ആക്ച്വലി അപ്പൊ നമ്മൾ എന്തറിയണം, ആ Drexlera oryzae എന്ന് പറയുന്ന ആ ഫംഗസ് ഉണ്ടാക്കുന്ന ടോക്സിൻസിന്റെ പേര് നമ്മൾ അറിയണം. സോ അതിന്റെ ആക്ച്വൽ പേര് ഒഫിയോബോളിൻസ്. എന്താണ് ഒഫിയോബോളിൻസ്? ABAയും ട്രൈമീഥൈലമീനും ഐസോബ്യൂട്ടിലിനും അല്ല ഇതിന്റെ ശരി ഉത്തരം. സോ Drexlera oryzae എന്ന് പറയുന്നത് എന്ത് ലൈക്ക് നമ്മളിപ്പോ പറഞ്ഞൊരു ഫംഗസ് ആണല്ലേ, അത് റൈസ് സീഡ്ലിങ്ങിനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് റൈസിനെ അഫക്ട് ചെയ്ത് എന്ത് ഡിസീസ് ആണ് ഉണ്ടാക്കുന്നത്? ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ്. കേട്ടോ, ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ്. ഇനി റൈസിന്റെ സയന്റിഫിക് നെയിം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒറൈസ സറ്റൈവ. ഇനി ഈ ഫംഗസ് പാത്തജൻ, അതായത് ഇതൊരു ഫംഗസ് ആണെന്ന് പറഞ്ഞു, ഇപ്പൊ ഇതൊരു പാത്തജൻ ആണ് അല്ലെ, ഫംഗൽ പാത്തജൻ, ഫംഗസിന്റെ ഫാമിലിയിൽ വരുന്നൊരു പാത്തജൻ. അത് പ്രൊഡ്യൂസസ് എ സീരീസ് ഓഫ് ഒഫിയോബോളിൻസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ടോക്സിൻസ് ഉണ്ട്, അതിനാണ് ഒഫിയോബോളിൻസ് എന്ന് പറയുന്നത്. ആൻഡ് അത് എന്തൊക്കെയാണ് ആ ചെടിയിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദാറ്റ് കോസ് സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഓഫ് ദ ഡിസീസ് വെൻ അപ്ലൈഡ് ടു റൈസ് ലീവ്സ് അറ്റ് 10⁻⁻⁴ and 10⁻⁴ മൊളാരിറ്റി. അപ്പോൾ ഈ ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 10⁻⁻⁴ and 10⁻⁵ മൊളാരിറ്റിയിൽ ആ ഒരു കോൺസെൻട്രേഷനിന്റെ ഈ ഒരു ഫംഗസ് അതിന്റെ ടോക്സിൻസ് ആ ഒരു അളവിനാണ് അതിന്റെ ടോക്സിൻസ് റിലീസ് ചെയ്യുന്നതെങ്കിൽ അത് എന്താണ് ഒരു നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിംറ്റംസ് ആ ഒരു ചെടി എന്തെയും കാണിക്കുകയുണ്ടാവും. അതായത് ഏത് ഡിസീസാണ് ഈ ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസിന്റെ സിംറ്റംസ് അതിന് എവിഡന്റ് ആയിട്ട് കാണിക്കാൻ തുടങ്ങും. പക്ഷെ ഈ ഒരു കോൺസെൻട്രേഷന് താഴെ ഈ M എന്ന് പറയുന്നത് മൊളാരിറ്റിയാണ്. അപ്പോ ഈ ഒരു പർട്ടിക്കുലർ ലെവലിന് താഴോട്ടുള്ള കോൺസെൻട്രേഷൻസിലാണെങ്കിൽ ചെടി അത്രത്തോളം അഫക്ട് ചെയ്യത്തില്ല. സോ ഇതിന്റെ റൈറ്റ് ആൻസർ ഈസ് ഒഫിയോബോളിൻ. സോ നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാക്സിമം ആണ്, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മാക്സിമം ഫോട്ടോസിന്തസിസ് ഒക്കേഴ്സ് ഇൻ ഓപ്ഷൻസ് ബ്ലൂ ലൈറ്റ്, റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, വൈറ്റ് ലൈറ്റ്. സോ ഫോട്ടോസിന്തസിസ് മാക്സിമം ഉണ്ടാകുന്നത് ഏത് ലൈറ്റിന്റെ പ്രസൻസിലാണ്? സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് വൈറ്റ് ലൈറ്റ്. അപ്പോ നമ്മള് ഫോട്ടോസിന്തസിസിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടെ ചേർന്നിട്ട് നമുക്ക് എന്ത് തരുന്നു? ഷുഗർ തരുന്നു അല്ലെ. ഷുഗർ പ്ലസ് ഓക്സിജൻ ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ക്ലോറോഫില്ലിലായിരിക്കും അല്ലെ. എന്തിലായിരിക്കും? ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലീഫിൽ ഉള്ള പിഗ്മെന്റ്സ് ആണ്. ആ ക്ലോറോഫില്ലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഇത് നടക്കണമെങ്കിൽ എന്തിന്റെ പ്രസൻസും വേണം? സൺലൈറ്റ് അല്ലെ. ഇപ്പൊ ലൈറ്റിന്റെ പ്രസൻസും വേണം. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ അത് നമുക്കറിയാം വൈറ്റ് ലൈറ്റ്, സൺലൈറ്റിലായാലും എന്താണ് പല വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസ് അല്ലെങ്കിൽ ലൈറ്റ് ചേർന്നിട്ടാണ് സൺലൈറ്റ് വരുന്നത്. അപ്പൊ അതിന് പല വേവ് ലെങ്തും
അബ്സോർബ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഏത് ലൈറ്റിലാണ്? അപ്പൊ വൈറ്റ് ലൈറ്റിലാണ് ഇത് മാക്സിമം നടക്കുന്നത്. നമുക്കറിയാം മോസ്റ്റ് ഓർഗാനിസം ദാറ്റ് ഇസ് ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് യൂസ് വിസിബിൾ ലൈറ്റ് ഫോർ ലൈറ്റ് ഡിപെൻഡന്റ് റിയാക്ഷൻസ്, although at least 3 use short wave infrared or more specifically far red. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ രണ്ട് പാർട്ട് റിയാക്ഷൻസ് ഉണ്ട്. ഒന്ന് ലൈറ്റ് റിയാക്ഷനും ഉണ്ട്, പിന്നെ ഒന്ന് ഡാർക്ക് റിയാക്ഷൻ ഉണ്ട് അല്ലെ. അപ്പോൾ അതില് ഈ ഒരു ഈ രണ്ട് എല്ലാ റിയാക്ഷൻസും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ കംപ്ലീറ്റ് ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് അതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് എന്താണ്? നമുക്ക് ഓക്സിജൻ ആണ് അല്ലെ. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ബൈ പ്രോഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇനി അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ടിൽ എക്സാം ഡേറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ആണ്, കാരണം നമ്മുടെ ഔട്ട്പുട്ട് ഈസ് ഓക്സിജൻ. സോ ഇത് വിസിബിൾ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തിന്? നമ്മുടെ ഫോട്ടോസിന്തസിസിലെ രണ്ട് റിയാക്ഷൻ ഉണ്ട്, ലൈറ്റ് ആൻഡ് ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് ഡിപെൻഡന്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റിനെ ഡിപെൻഡ് ചെയ്യും. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റിനെ ഡിപെൻഡ് ചെയ്യാത്ത ഒരു സെറ്റ് ഓഫ് റിയാക്ഷൻസ് ആണ്. അപ്പൊ ഈ ലൈറ്റ് ഡിപെൻഡന്റ് റിയാക്ഷൻസ് ആണ് ആദ്യം നടക്കുന്നത്. ആ റിയാക്ഷൻസ് വിസിബിൾ ലൈറ്റ്, നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഒരു സ്പെക്ട്രം ഉണ്ട്, അതിന് വിസിബിൾ റീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ ഉണ്ട്. അതിലാണ് നമ്മൾ സാധാരണ നമ്മുടെ ഒരു സൺലൈറ്റിലൊക്കെ വരുന്ന ഒരു വിബ്ജിയോർ എന്നൊരു റീജിയൻ നമ്മൾ പറയുന്നത് അല്ലെ, എല്ലാ കളേഴ്സ് ഓഫ് ലൈറ്റും വരുന്നത്. അപ്പൊ ആ വിസിബിൾ ലൈറ്റ് ആണ് ഇവിടെ ഫോട്ടോസിന്തസിസിനായിട്ട് യൂസ് ചെയ്യുന്നത്. ചില സ്റ്റേജസിൽ ഈ ഇൻഫ്രാറെഡും അതായത് റെഡിന്റെ ഏറ്റവും നമ്മുടെ വിബ്ജിയോറിൽ തന്നെ ആ ഒരു വിസിബിൾ റീജിയനിലെ റെഡ് ലൈറ്റിന്റെ അറ്റം വരെയും ചിലപ്പോൾ ആ ഒരു ചില സിന്തസിസിൽ ചില റിയാക്ഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. ഏതായാലും കറക്റ്റ് റേഞ്ച് പറഞ്ഞാൽ 400 to 700 നാനോമീറ്റർ ആണ്. ആൻഡ് ഇറ്റ് അബ്സോർബ്സ് വയലറ്റ്, ബ്ലൂ ആൻഡ് റെഡ് കളർ ഓഫ് ദി ലൈറ്റ്. ലൈറ്റിന്റെ മേജർ ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന 3 കളേഴ്സ് വയലറ്റ്, ബ്ലൂ, റെഡ് ആണ്. പക്ഷെ in white light all the color spectrum energies are involved, so maximum photosynthesis is taken place in white light. പക്ഷെ എല്ലാ വേവ് ലെങ്ത്തും ഇൻവോൾവ് ആകുന്നതാണ്. നമുക്കറിയാം എല്ലാം കൂടെ ചേർന്നിട്ടാണ് വൈറ്റ് ലൈറ്റ് വരുന്നത്. സോ വൈറ്റ് ലൈറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഫോട്ടോസിന്തസിസ് പോസിബിൾ ആണ്. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഇസ് വൈറ്റ് ലൈറ്റ്, ഓപ്ഷൻ ബി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, bacterial leaf blight of rice caused by Xanthomonas oryzae is commonly controlled by seed treatment and foliar spray of the chemical in India. Option streptocycline, agromycin, thiram, RH893. സോ റൈസിന്റെ ഒരു ഡിസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്, ബാക്ടീരിയ ലീഫ് ബ്ലൈറ്റ്. ലീഫ് ബ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ബാക്ടീരിയയാണ് കോസ് ചെയ്യുന്നത്. അതിന്റെ പേര് സാന്തോമോണസ് ഒറൈസെ. ഇതിനെ സാധാരണയായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് സീഡ് ട്രീറ്റ്മെന്റ് വഴിയും ഫോളിയർ സ്പ്രേ വഴിയുമാണ്. എങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ റൈറ്റ് ആൻസർ ഇസ് സ്ട്രെപ്റ്റോസൈക്ലിൻ. ഏതാണ്? സ്ട്രെപ്റ്റോസൈക്ലിൻ. അപ്പോൾ ഈ ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നു? കൺട്രോൾഡ് ബൈ സീഡ് ട്രീറ്റ്മെന്റ് ആൻഡ് ഫോളിയർ സ്പ്രേ എന്ന് പറഞ്ഞല്ലേ. ഫോളിയർ സ്പ്രേയുടെ കണ്ടന്റ് ആണ് സ്ട്രെപ്റ്റോസൈക്ലിൻ കെമിക്കൽ. അതാണ് നമ്മൾ റൈറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത് സ്ട്രെപ്റ്റോസൈക്ലിൻ. അപ്പോൾ ഈ ഫോളിയർ സ്പ്രേ, ഫോളിക് അല്ലെങ്കിൽ ഫോളിയേജ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ ഓർക്കേണ്ട ടേമാണ് ഇലകൾ അല്ലെങ്കിൽ ലീവ്സ്. സോ ഫോളിയർ സ്പ്രേ എന്ന് പറയുന്നത് നമ്മൾ പല ഫെർട്ടിലൈസേഴ്സും കെമിക്കൽസും ഒക്കെ നമ്മുടെ ക്രോപ്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഫോളിയർ സ്പ്രേ എന്ന് പറയുന്നത് നമ്മൾ ഇലകളിൽ തളിക്കുന്ന ഒരു സ്പ്രേ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കെമിക്കൽ നമ്മുടെ ആ ഒരു ഡിസീസ്, ഒരു ബാക്ടീരിയൽ ഡിസീസിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യാറുണ്ട്. ആൻഡ് ആ സ്പ്രേ ചെയ്യുന്ന കെമിക്കലാണ് സ്ട്രെപ്റ്റോസൈക്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് എന്ന് പറയുന്നത് ഏത് ബാക്ടീരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു? സാന്തോമോണസ് ഒറൈസെ. അതൊരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ആൻഡ് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സീഡ്ലിങ്സിന്റെ ഈ വിൽറ്റ് ചെയ്യാനായിട്ട്, അതായത് അത് വാടിപ്പോകാനായിട്ടും പിന്നെ അതിന്റെ ഇലകൾ യെല്ലോ ആകാനും ഡ്രൈ ആകുവാനും മഞ്ഞ നിറമായിട്ട് അത് ഡ്രൈ ആയി പോകാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഡിസീസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോളിയർ സ്പ്രേ ഇതിലേക്ക് എന്ത് ചെയ്യും? തളിച്ചു കൊടുക്കും.
അത് അതിന്റെ മിക്സ്ചറിൽ സ്ട്രെപ്റ്റോസൈക്ലിൻ എന്ന് പറഞ്ഞല്ലേ. അപ്പോ സ്ട്രെപ്റ്റോമൈസിൻ സൾഫേറ്റ് പ്ലസ് ടെട്രാസൈക്ലിൻ അതിന്റെ കോമ്പിനേഷൻ 300 ഗ്രാം ആയിരിക്കും. പിന്നെ കോപ്പർ ഓക്സിക്ലോറൈഡ് 1.25 കിലോഗ്രാം പെർ ഹെക്ടർ. ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പ്രേ പ്രിപ്പയർ ചെയ്തിട്ട് തളിക്കുന്നത്. ഇത് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 15 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ സ്പ്രേ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ, അതായത് ഈ ഒരു ഡിസീസ് വരുന്ന സമയത്ത്, ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് വരുന്ന സമയത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന വേറൊരു ട്രീറ്റ്മെന്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നത്. 5 കിലോഗ്രാം പെർ ഹെക്ടർ, ഒരു ഹെക്ടറിന് 5 കിലോഗ്രാം എന്ന രീതിക്ക് ഇറിഗേഷൻ വാട്ടറിൽ മിക്സ് ചെയ്ത് കടത്തി വിടുക എന്നുള്ളത്. അത് ക്രെസിക് സ്റ്റേജ്. ഈ ക്രെസിക് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഈ ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു ബാക്ടീരിയയുടെ ലൈഫ് സൈക്കിളിന്റെ സാന്തോമോണസ് ഒറൈസയുടെ ഒരു ലൈഫ് സൈക്കിളിന്റെ ഒരു ഭാഗമാണ്, ഒരു സ്റ്റേജ് ആണ്. ആൻഡ് ഈ ഒരു സ്റ്റേജിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്രോപ്പില് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജ്. ഏറെക്കുറെ പറഞ്ഞാൽ നമുക്കറിയാം, റൈസ് ഒക്കെ നമ്മൾ നടുന്നത് പ്രത്യേകം ഈ ചെടികൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു സാപ്ലിംഗ് ആയ ശേഷമാണ് നമ്മൾ പാടത്തേക്ക് എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നടുന്നത്. അപ്പൊ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന്റെ ഈ ഒരു ടൈമിലാണ് സാധാരണയായിട്ട് ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നത്, ഈ സിസ്റ്റമിക് ഇൻഫെക്ഷൻ ഈ ഒരു ബാക്ടീരിയ നടത്തുന്നത്. ഏകദേശം ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു 1 to 2 വീക്സിനുള്ളിൽ നമുക്ക് ഇതിന്റെ സിംറ്റംസ് കാണാനായിട്ട് പറ്റും. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ്, ബ്ലീച്ചിങ് പൗഡർ ആദ്യമേ നമ്മൾ ഇറിഗേഷൻ വാട്ടറിലൂടെ കടത്തി വിടുന്നുണ്ടാവും. ബട്ട് ഇൻ കേസ് സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോളിയർ സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, maximum transpiration occurs in options: algal cells, xerophytic plants, mesophytic plants, hydrophytic plants. അപ്പോൾ മാക്സിമം ട്രാൻസ്പിറേഷൻ നടക്കുന്നത് ഏത് പ്ലാന്റ്സിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഓപ്ഷൻ ഇസ് മീസോഫിറ്റിക് പ്ലാന്റ്സ്. അപ്പോൾ മീസോഫിറ്റിക് പ്ലാന്റ്സ് എന്താണ്, അല്ലെങ്കിൽ മീസോഫൈറ്റുകൾ എന്താണ്? മീസോഫൈറ്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടെറിസ്ട്രിയൽ പ്ലാന്റ്സ് ദാറ്റ് ആർ നീദർ അഡാപ്റ്റഡ് ടു പെർട്ടിക്കുലർലി ഡ്രൈ നോർ വെറ്റ് എൻവയോൺമെന്റ്സ്. അതായത് നമുക്കറിയാം ഇത് ലാൻഡ്, നമ്മുടെ മണ്ണിൽ നട്ട് ലാൻഡിൽ വളരുന്ന ചെടികളാണ്. പക്ഷെ അതിന് പ്രത്യേക ഒരു ഡ്രൈ ക്ലൈമറ്റോ അല്ലെങ്കിൽ ഒരു വെറ്റ് ക്ലൈമറ്റോ അല്ല, അതിന്റെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വളരുന്നതാണ് സാധാരണയായിട്ട് മീസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ ചെടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല വീതിയുള്ള നീണ്ട ഇലകളായിരിക്കും, ബ്രോഡ് ഫ്ലാറ്റ് ഗ്രീൻ ലീവ്സ് ആയിരിക്കും എന്നുള്ളത്. ആൻഡ് ആൻ എക്സ്റ്റെൻസീവ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ടു അബ്സോർബ് വാട്ടർ. നമുക്കറിയാം റൂട്ട് സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട് അല്ലെ, ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും. അപ്പൊ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ഇങ്ങനെ കൊല പോലെ ഇങ്ങനെ ഒത്തിരി നാരുകൾ പോലെ വന്നിട്ടുള്ള വേരായിരിക്കും ഇതിന്റെ ഒരു ഈ ചെടിയുടെ ഒരു പ്രത്യേകത. അപ്പൊ അത്രയും വേരുകൾ ഉള്ളതുകൊണ്ട് അത്രയും വെള്ളം അതിന് വലിച്ചെടുക്കാനായിട്ട് പറ്റും. ആൻഡ് ദ എബിലിറ്റി ടു ഡെവലപ്പ് പെരിനേറ്റിംഗ് ഓർഗൻസ് സച്ച് ആസ് കോംസ്, റൈസോംസ് ആൻഡ് ബൾബ്സ് ടു സ്റ്റോർ ഫുഡ് ആൻഡ് വാട്ടർ ഫോർ യൂസ് ഡ്യൂറിംഗ് ഡ്രോട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സമയത്തൊക്കെ ജലം വലിച്ചെടുത്തിട്ട് അതിനെ സൂക്ഷിക്കാനായിട്ട് അത് കുറയുന്നത് ഈ പെരിനേറ്റിംഗ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് പറഞ്ഞാൽ നമ്മളൊരു വിത്ത് നട്ട് കഴിഞ്ഞാൽ അത് ജെർമിനേറ്റ് ചെയ്ത് വരുന്നതിന്റെ ഇടയ്ക്ക് അതിനെ സർവൈവ് ചെയ്യാൻ, ലൈക്ക് അതിനെ അപ്പോഴും ഒത്തിരി എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. സോ അത് കടന്നു പോകാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസിനെയാണ് പെരിനേറ്റിംഗ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളർന്ന ചെടികളിലാണെങ്കിൽ പോലും അതെന്ത് ചെയ്യുന്നു, ഇങ്ങനത്തെ ഓർഗൻസ് ഉണ്ടാക്കാറുണ്ട്. സാധാരണ അത് ചെയ്യുന്നത് ഇതുപോലുള്ള അൺഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ, എക്സ്ട്രീം ആയിട്ടുള്ള ചൂടോ അല്ലെങ്കിൽ ഒത്തിരി മഴയോ അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കോം, റൈസോം, ബൾബ്. ഇതൊക്കെ എന്ത് ചെയ്യും, വെള്ളവും ഫുഡും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ടൊരു ഡ്രോട്ട് പോലത്തെ കണ്ടീഷൻ വരുമ്പോൾ ഇതെന്ത് ചെയ്യും, ഈ ഒരു ഓർഗൻസിൽ നിന്നും എടുത്തിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ദീസ് കണ്ടീഷൻസ്, അപ്പൊ ഇങ്ങനെ ഓർഗൻസ് എന്തുണ്ട്, പെരിനേറ്റിംഗ് ഓർഗൻസ് അതിൽ കാണും. പിന്നെ ഒത്തിരി നല്ലൊരു റൂട്ട് സിസ്റ്റം ഉണ്ട്, പിന്നെ നല്ല വിടർന്ന ഇലകളുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ട്രാൻസ്പിറേഷൻ കൂടും. ട്രാൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് തന്നെ എന്താണ്, നമ്മള് ചെടിയിലേക്ക് വെള്ളം വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ക്ഷമതയുണ്ട്, അതിനെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ ഇലകൾ വിടർന്നിരിക്കുന്നതിൽ കാരണം എന്ത് ചെയ്യുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അപ്പോൾ അവിടുന്ന് ഒത്തിരി ജലം ഇങ്ങനെ പുറത്തോട്ട് പൊക്കോണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സക്ഷൻ പോലെ താഴേന്ന് വീണ്ടും വെള്ളം വലിച്ചെടുക്കാനുള്ളൊരു പ്രവണത കാണും. അങ്ങനെ ഇലകൾ വലുതാകുമ്പോൾ ട്രാൻസ്പിറേഷൻ കൂടും. അതുപോലെ തന്നെ ഇതിന് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും സ്പേസസ് ഉണ്ട് അല്ലെ, പെരിനേറ്റിംഗ് ഓർഗൻസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ റൂട്ട്സ് ഒത്തിരി എക്സ്റ്റെൻസീവ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അബ്സോർപ്ഷൻ കൂടും. അങ്ങനെ വരുമ്പോൾ ട്രാൻസ്പിറേഷനും കൂടും. സോ അങ്ങനെയാണ് മാക്സിമം ട്രാൻസ്പിറേഷൻ മീസോഫിറ്റിക് പ്ലാന്റ്സിൽ കാണപ്പെടുന്നത്. സോ അതിന്റെ ആ പ്ലാന്റ്സിന്റെ ഒത്തിരി ക്യാരക്ടേഴ്സ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ്, വിച്ച് പ്ലാന്റ് ഷോസ്
ക്ലോറോപ്ലാസ്റ്റ് ഡൈമോർഫിസം. സോ ക്ലോറോപ്ലാസ്റ്റ് ഡൈമോർഫിസം എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് രണ്ട് ടൈപ്സിൽ ഒരേ ചെടിയിൽ കാണപ്പെടുന്നതിനെയാണ് ക്ലോറോപ്ലാസ്റ്റ് ഡൈമോർഫിസം എന്ന് പറയുന്നത്. സോ അത് ഏത് ചെടിയിലാണ് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻസ് വീറ്റ്, റൈസ്, ഷുഗർ വീറ്റ്, ഷുഗർ കെയിൻ. ഇപ്പൊ റൈറ്റ് ഓപ്ഷൻ പറഞ്ഞത് ഷുഗർ കെയിൻ ആണ്. ഷുഗർ കെയിൻ ആണ് രണ്ട് ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റ് ഇലകളിൽ കാണിക്കുന്നത്. ഇത് ഓഫ് C4 plants is referred as chloroplast dimorphism. അപ്പൊ സാധാരണയായിട്ട് നമുക്ക് C3 പ്ലാന്റ്സും ഉണ്ട്, C4 പ്ലാന്റ്സും ഉണ്ട്. അപ്പം C4 പ്ലാന്റ്സ് ആണ് സാധാരണ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്തിട്ട് അത് 4 കാർബൺസ് ഉള്ള ഷുഗർ ആയിട്ട് മാറ്റും, 4 കാർബൺ ഷുഗർ കോമ്പൗണ്ട്സ് ആയിട്ട് മാറ്റും. സാധാരണ ഈ ചെടികൾ C4 പ്ലാന്റ്സ് ആണ് ഭയങ്കര ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ്സിൽ എന്ത് ചെയ്യുന്നത്, വളരാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പൊ C4 പ്ലാന്റ്സിൽ അതിന്റെ ഇലകളിൽ രണ്ട് ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ക്ലോറോപ്ലാസ്റ്റ് ഡൈമോർഫിസം എന്ന് പറയും. ഇത് C4 പ്ലാന്റ്സിന്റെ ഒരു പ്രത്യേക ഫീച്ചറാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടേം ക്ലോറോപ്ലാസ്റ്റ് ഡൈമോർഫിസം കേൾക്കുമ്പോൾ ആദ്യമേ ഓർമ്മ വരേണ്ട ടേം എന്ന് പറയുന്നത് C4 പ്ലാന്റ്സ് ആണ്. എന്നിട്ട് അതിന്റെ എക്സാമ്പിൾസ് ഓർത്ത് വെച്ചിരിക്കുക. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ഷുഗർ കെയിൻ. ഇനി the vascular bundle sheath cells of sugarcane contain starch storing chloroplast lacking grana, whereas the adjacent mesophyll cells contain chloroplast that store little starch and possess abundant grana. അപ്പൊ ഇതിൽ നമുക്കറിയാം പല അനാട്ടമി, നമ്മളൊരു ഇതിന്റെ സെക്ഷൻ ലീഫിന്റെ സെക്ഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പല സെൽസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്, വാസ്കുലർ ബണ്ടിൽ ഷീത്ത് സെൽസും മീസോഫിൽ സെൽസും ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് വാസ്കുലർ ബണ്ടിൽ ഷീത്ത് സെൽ ഷുഗർ കെയിനിന്റെ ലീഫിലെ വാസ്കുലർ ബണ്ടിൽ ഷീറ്റ് സെൽസിൽ സ്റ്റാർച്ച് സ്റ്റോറിംഗ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അതിൽ ഗ്രാന ഇല്ലാത്തതാണ്. അപ്പൊ അത് ഒരു ടൈപ്പ്, അതായത് ഇത് ആ ഒരു നമ്മൾ പറഞ്ഞില്ല രണ്ട് ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് കൊണ്ടാണ് ഈ ഒരു സെക്ഷൻ പറയുന്നത്, ഈ ബണ്ടിൽ ഷീറ്റ് സെൽസ് ഗ്രാന ഇല്ലാത്ത. ഗ്രാന എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന ഒരു ചെറിയൊരു ഓർഗൻ അല്ലെങ്കിൽ ഒരു പാർട്ടാണ്, ക്ലോറോപ്ലാസ്റ്റിന്റെ പാർട്ടാണ്. പക്ഷെ ഇതിന് ഗ്രാന ഇല്ലാത്ത ഒരു പോർഷൻ ഉണ്ട്, അതാണ് ഈ ഒരു ഫസ്റ്റ് ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെ കാണപ്പെടും അഡ്ജസന്റ് ആയിട്ട് മീസോഫിൽ സെൽസ് കാണും, അതിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, കുറച്ച് സ്റ്റാർച്ച് ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒത്തിരി ഗ്രാന അതിലുണ്ടാവും. അതായത് ലൈറ്റ് റിയാക്ഷൻ ഒത്തിരി ആ മീസോഫിൽ സെൽസിൽ നടക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റ് അതിൽ കാണപ്പെടും. സോ ഇതാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗമ്മോസിസ് ഡിസീസ് ഓഫ് സിട്രസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ഫൈറ്റോപ്തോറ പാൽമിവോറ ഈസ് ഐഡന്റിഫൈഡ് ബൈ ഒബ്സർവിംഗ് ഓപ്ഷൻസ് ഡെത്ത് ഓഫ് ഷൂട്ട് ടിപ്പ്, റൂട്ട് നോട്ട്, ക്ലോറോസിസ്, ഊസിംഗ് ഓഫ് ഗം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന സിട്രസ് ചെടികളിൽ കാണപ്പെടുന്ന ഗമ്മോസിസ് ഡിസീസ് അത് കോസ് ചെയ്തിരിക്കുന്നത് ഫൈറ്റോപ്തോറ പാൽമിവോറ എന്ന് പറയുന്ന പാത്തജൻ ആണ്. ഇത് ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ എന്ത് സിംറ്റം വെച്ചിട്ടാണ്. അതിന്റെ റൈറ്റ് ഓപ്ഷൻ വന്ന് ഊസിംഗ് ഓഫ് ഗം. അത് ഓർക്കാൻ എളുപ്പമുണ്ട് അല്ലെ, ഗമ്മോസിസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഊസിംഗ് ഓഫ് ഗം എന്നൊരു ടേം എന്തായാലും നമ്മുടെ ഓപ്ഷനിൽ കാണേണ്ടി വരും അല്ലെ. അപ്പം ഊസിംഗ് ഓഫ് ഗം ആണ് റൈറ്റ് ഓപ്ഷൻ. ഇപ്പൊ ഗമ്മോസിസ് ഡിസീസ് ഇതിന്റെ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഏർലി സിംറ്റം എന്ന് പറയുന്നത് ഈ സാപ്പ് ഊസിംഗ് ഫ്രം സ്മോൾ ക്രാക്സ് ഇൻ ദ ഇൻഫെക്റ്റഡ് ബാർക്ക് ഗിവിംഗ് ദ ട്രീ എ ബ്ലീഡിംഗ് എക്സ്പീരിയൻസ്. അപ്പം ബ്ലീഡിംഗ് അപ്പിയറൻസ്. അപ്പൊ ഒരു ട്രീയെ അല്ലെങ്കിൽ ഒരു ചെടിയെ ഈ ഒരു ഡിസീസ് ബാധിക്കുവാണ്, അത് ഉണ്ടാക്കുന്നത് ഫൈറ്റോപ്തോറ ഗമ്മോസിസ് അല്ലെ. ഫൈറ്റോപ്തോറ ഗമ്മോസിസ് അല്ല, ഫൈറ്റോപ്തോറ പാൽമിവോറ എന്ന് പറയുന്ന പാത്തജൻ ഗമ്മോസിസ് ഉണ്ടാക്കുന്നു. അപ്പൊ അതിന്റെ ഏർലി സ്റ്റേജസിലെ സിംറ്റം എന്ന് പറയുന്നത് ആ ചെടിയുടെ ബാർക്കില് അതിന്റെ തണ്ട് ഭാഗം അല്ലെ, ആ ബാർക്കിലായിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ ക്രാക്ക് വിള്ളലുകൾ വീണിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു സാപ്പ് ലിക്വിഡ് പോലത്തെ ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഇങ്ങനെ ഊസ് ചെയ്ത് ഇറങ്ങുന്നതായിട്ട് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ബ്ലീഡിങ്, ആ ട്രീ അല്ലെങ്കിൽ ഒരു ചെടി ബ്ലീഡ് ചെയ്യുന്നതായിട്ട് നമുക്കൊരു അപ്പിയറൻസ് കിട്ടും. അപ്പൊ ഗമ്മും ചിലപ്പോ നമ്മൾ ശ്രദ്ധിക്കാത്ത സമയം, ഇപ്പൊ മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ എന്ത് ചെയ്യും, അത് വാഷ് ഓഫ് ചെയ്യപ്പെടാം. പിന്നെ ദ ബാർക്ക് സ്റ്റേസ് ഫോം ഡ്രൈസ് ആൻഡ് ഇവൻച്വലി ക്രാക്സ് ആൻഡ് സ്ലോസ് ഓഫ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിന്ന് ഇങ്ങനെ ബാർക്ക് ഭയങ്കര അതിന്റെ പുറത്ത് ആ തോട് പോലത്തെ തണ്ട് ഭാഗമൊക്കെ ഭയങ്കര കട്ടിയായി പിന്നെ ഉണങ്ങിപ്പോയി അത് പൊട്ടിപ്പോവാനുള്ള ചാൻസും ഉണ്ട്. ഈ ഡിസീസ് സാധാരണയായിട്ട് കാണപ്പെടുന്ന ചെടികൾ എന്നല്ല മാൻഡറിൻ, സ്വീറ്റ് ഓറഞ്ച്, ലെമൺസ് ആൻഡ് അതർ സിട്രസ് ഫ്രൂട്ട്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which ones produce androgenic haploids in anther cultures? Options: anther walls, tapetal layer of anther wall, connective tissue, പിന്നെ young pollen grains. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് which ones, ഇവിടെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ ഏതാണ് ആൻഡ്രോജനിക് ഹാപ്ലോയിഡ്സ് ഇൻ ആന്തർ കൾച്ചേഴ്സ്. ആന്തറിനെ കൾച്ചർ ചെയ്യുമ്പോൾ
നമുക്ക് ആൻഡ്രോജനിക് ഹാപ്ലോയിഡ് തരുന്നത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യങ് പോളൻ ഗ്രെയിൻസ് ആണ്. നമ്മുടെ ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് അതിന്റെ ക്രോമോസോം നമ്പർ അല്ലെങ്കിൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയലിന്റെ പ്ലോയിഡി എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ആയിരിക്കും അല്ലെ, അതിനെയാണ് നമ്മൾ ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. ആൻഡ്രോജനിക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലിനെ ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആൻഡ്രോജനിക് ഹാപ്ലോയിഡ്, അപ്പം ആന്തർ നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണല്ലേ, അപ്പൊ അതിന് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആൻഡ്രോജനിക് ഹാപ്ലോയിഡ്സ് ആയിരിക്കും. അത് ഏതിൽ നിന്നാണെന്നാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരമാണ് യങ് പോളൻ ഗ്രെയിൻസ്. യങ് പോളൻ ഗ്രെയിൻസ്. അപ്പൊ ആൻഡ്രോജെനസിസ് റെഫേഴ്സ് ടു പ്ലാന്റ് റീജനറേഷൻ ഡയറക്ട്ലി ഫ്രം മൈക്രോസ്പോർ കൾച്ചർ അണ്ടർ ഇൻ വിട്രോ കണ്ടീഷൻസ്. അപ്പൊ നമുക്കൊരു ടേം ഇവിടെ പറയുന്നുണ്ട്, ആൻഡ്രോജെനസിസ്. ആൻഡ്രോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക മെയിൽ. ഓക്കെ, മെയിൽ ആണ്. ജെനസിസ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കുക ഗിവ് ബർത്ത്. അപ്പൊ ഇവിടെ എന്താ, ഇൻവിട്രോ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലബോറട്ടറിയിൽ ഒരു ഡിഷിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൾച്ചർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻവിട്രോ കണ്ടീഷൻസ് എന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മൈക്രോസ്പോറിനെ കൾച്ചർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൻഡ്രോജെനസിസ്. അത് ആൻഡ്രോജെനസിസ് എന്ന് പറയാനുള്ള റീസൺ നമ്മൾ കൾച്ചർ ചെയ്യുന്നത് എന്തിനാണ്, മൈക്രോസ്പോർ ആണ്. മൈക്രോസ്പോർ ഈസ് അവർ മെയിൽ ഗ്യാമീറ്റ്, മെയിൽ സെല്ലാണ് അല്ലെ. ഇനി ഇതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ടു സ്റ്റോപ്പ് ദ ഡെവലപ്മെന്റ് ഓഫ് പോളൻ സെൽസ് വിച്ച് നോർമലി ബിക്കം സെക്ഷുവൽ സെൽസ് ആൻഡ് ടു ഫോഴ്സ് ദ ഡെവലപ്മെന്റ് ഡയറക്ട്ലി ഇൻ ടു എ കംപ്ലീറ്റ് പ്ലാൻ. ഇപ്പൊ സാധാരണയായിട്ട് ഒരു പോളൻ സെൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് സെക്ഷുവൽ സെൽസ്. അപ്പൊ നമ്മളൊരു പോളൻ ഉണ്ടെങ്കിൽ പോളൻ സെൽസ് എന്ത് ചെയ്യും, അത് വളർന്നിട്ട് സെക്ഷുവൽ സെൽസ് ആവും. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൾച്ചർ ചെയ്യുന്നതിലൂടെ ഈ സെൽസിനെ ഡിവൈഡ് ചെയ്ത് ഒരു ചെടിയാക്കി ഡയറക്ട്ലി എടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റത് എന്ത് ചെയ്യും, സെക്ഷൽ സെൽസ് എന്ന് പറയുമ്പോൾ അത് ഫൈൻഡ് ഒരു സെക്ഷൽ ഓർഗൻ മാത്രം അല്ലെങ്കിൽ ചെടിയുടെ ആ ഒരു സെക്ഷൽ പാർട്ടായിട്ട് മാത്രമേ മാറുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് പകരം ആ കംപ്ലീറ്റ് പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് കൾച്ചർ ചെയ്തെടുക്കുകയാണ്. അപ്പം ഒരു മെയിൽ ഗ്യാമീറ്റ് അല്ലെങ്കിൽ മെയിൽ സെല്ലിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെടിയെ തന്നെ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ആൻഡ്രോജനിക് മെത്തേഡ് ഓഫ് ഹാപ്ലോയിഡ് പ്രൊഡക്ഷൻ is from the male gametophyte of an angiosperm plant that is microspore. നമ്മൾ പറഞ്ഞു നമ്മൾ മൈക്രോസ്പോറിനാണ് കൾച്ചർ ചെയ്യുന്നത് അല്ലെ. ഈ മൈക്രോസ്പോർ എന്ന് പറയുന്നത് പോളൻ ആണ്, പോളൻ ഗ്രീൻ ആണ്. പക്ഷെ അത് ഇമ്മച്ചുവർ ആണ്, മെച്ചുവർഡ് ആയിട്ടുള്ള പോളൻ അല്ല. അപ്പൊ ഇമ്മച്ചുവർ ആയിട്ടുള്ള പോളനെ എടുത്താണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ ആൻഡ്രോജനിക് മെത്തേഡ് ആണ്. ആൻഡ്രോജനിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ മെയിൽ സെൽസിനെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഹാപ്ലോയിഡ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിന് ഹാഫ് ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ കാണത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ദി മെയിൻ ഗാമെറ്റോഫൈറ്റ്. അപ്പൊ നമ്മള് ഒരു ആൻജിയോസ്പോം ആയിട്ടുള്ള ഒരു ചെടി, ആൻജിയോസ്പോംസ് നമുക്കറിയാം ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ്. അപ്പൊ അതിൽ നിന്നും ഉള്ള മെയിൽ ഗാമെറ്റോഫൈറ്റ് എന്താണെന്ന് നമുക്കറിയാലോ. ഗാമെറ്റോഫൈറ്റ് ഈസ് നമ്മുടെ ആ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതിൽ നിന്നും അതിനകത്തായിരിക്കും നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സെൽസ് ഉള്ളത്, മൈക്രോസ്പോർസ് ഉള്ളത്. അതിനെടുത്ത് നമ്മൾ കൾച്ചർ ചെയ്യും. അപ്പൊ യങ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ്, അതായത് ഇമ്മച്ചുവർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ് അല്ലെ. അപ്പൊ യങ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ്ഡ് ആൻഡ്രോജനിക് ഹാപ്ലോയിഡ്സ്. കൾച്ചർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹാപ്ലോയിഡ്സ് ആയിട്ടാണ് കിട്ടുന്നത്. വൈൽ ദി ആന്തർ വാൾ, എ ടെപ്പീറ്റൽ ലെയർ ഓഫ് ദി ആന്തർ വാൾ ആൻഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആർ പാർട്സ് ഓഫ് ദി ആന്തർ. നമ്മൾ ആന്തറിന് മൊത്തത്തിൽ കൾച്ചർ ചെയ്യും, അതിനകത്തുള്ള പോളൻ ഗ്രെയിൻസ് മാത്രമാണ് റീപ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ദോ അതിന്റെ കൂടെ ഈ ആന്തറിന്റെ കൂടെ ബാക്കി പാർട്സും ഇവിടെ ഉണ്ടാവും, അതിന്റെ ആന്തർ വാളും കണക്റ്റീവ് ടിഷ്യൂസ് ഒക്കെ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് അബൌട്ട് 7th ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ FYM കണ്ടെയ്ൻസ് ഓപ്ഷൻസ് 0.5% നൈട്രജൻ, 0.2% നൈട്രജൻ, 1.5% നൈട്രജൻ, 1.2% നൈട്രജൻ. അപ്പൊ ഫാംയാർഡ് മാനർ, FYMന്റെ ഫുൾ ഫോം ആണ് ഫാംയാർഡ് മാനർ. ഫാംയാർഡ് മാനുവറിൽ എത്ര പെർസെന്റേജ് നൈട്രോജൻ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഇസ് 0.5%. അപ്പൊ ഈ ഫാംയാർഡ് മാനുവർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത് ഡങ് ആൻഡ് യൂറിൻ ഓഫ് ഫാം ആനിമൽസിന്റെ ഒരു ഡീകമ്പോസ്ഡ് മിക്സ്ചർ ആയിരിക്കും. അനിമൽ വേസ്റ്റിൽ നിന്നുള്ള ഒരു ഡീകമ്പോസ്ഡ് മിക്സ്ചർ എലോങ് വിത്ത് ലിറ്റർ ആൻഡ് ലെഫ്റ്റ് ഓവർ മെറ്റീരിയൽ ഫ്രം റഫേജസ് ഓർ ഫോഡർ ഫെഡ് ടു ദ കാറ്റിൽ. നമ്മൾ കന്നുകാലികൾക്ക് കൊടുക്കുന്ന ഫുഡിൽ നിന്ന് വരുന്ന മിച്ചവും അനിമൽസിന്റെ വേസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അതിന് ഡീകമ്പോസ് ചെയ്തുണ്ടാക്കുന്ന ഒരു വളമാണ് ഫാംയാർഡ് മാനുവർ എന്ന് പറയുന്നത്. ഇനി ഒരു ആവറേജ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അതില് നൈട്രജൻ ഒരു 0.5% കാണും, അതിൽ 0.2% നമ്മുടെ ഫോസ്ഫറസ് പെന്റോക്സൈഡ് കാണും, പിന്നെ
0.5% ഈ നൈട്രജന്റെ സെയിം അളവിൽ തന്നെ എന്തും കൂടെ കാണും, പൊട്ടാസ്യം ഓക്സൈഡും കൂടെ ഉണ്ടാവും. സോ ഈ ഒരു പെർസെന്റേജ് മൂന്നെണ്ണത്തിനും നോക്കി വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ബൈ വിച്ച് എക്സസ് എനർജി ഈസ് ലോസ്റ്റ് ഈസ് ഓപ്ഷൻസ് ഫ്ലൂറസെൻസ്, ഫോട്ടോ ഓക്സിഡേഷൻ, ഫോട്ടോലിസിസ്, ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പോ ഒരു ചെടിയിൽ ഫോട്ടോസിന്തസിസ് നടന്ന് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സസ് നടന്നിട്ട് എനർജി എക്സസ് ആയിട്ട് വരുന്നതിനെ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സിന് എന്ത് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഇ, ഫ്ലൂറസെൻസ്. അപ്പോ അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എമിഷൻ ഓഫ് ലൈറ്റ് ബൈ എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് അബ്സോർബ്ഡ് ലൈറ്റ് or other electromagnetic radiation. It is form of luminescence. നമ്മൾ luminescence കേട്ടിട്ടുണ്ടല്ലേ? നമുക്കറിയാം ഈ ഒരു സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് എമിറ്റ് ചെയ്തത് ഇങ്ങനെ തിളങ്ങുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ലൂമിനെസെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു ഫോം ആണ് ഈ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതില് ബോഡീസ് എന്ത് ചെയ്യും, ലൈറ്റ് അബ്സോർബ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് എമിറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. ഇനി ഫ്ലൂറസെൻസ് ഒക്കേഴ്സ് വെൻ ആൻ എക്സൈറ്റഡ് മോളിക്യൂൾ, ആറ്റം ഓർ നാനോ സ്ട്രക്ചർ റിലാക്സസ് ടു എ ലോവർ സ്റ്റേറ്റ്. സോ ത്രൂ ദ എമിഷൻ ഓഫ് എ ഫോട്ടോൺ വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ഇലക്ട്രോൺ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എനർജി ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഇത് അതിന്റെ ഒരു മോളിക്കുലർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഒരു ലെവൽ ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യും, എക്സൈറ്റ് ആവും. എനർജി, ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നതല്ലേ, അപ്പൊ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഇനി അത് തിരിച്ച് എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ് കഴിയുമ്പോൾ അതിനിങ്ങനെ ഈ എനർജി കിട്ടാതെ വരുമ്പോൾ അത് തിരിച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ വെറുതെ പോകാൻ പറ്റില്ല, അതിന്റെ എനർജി അതിന് പുറത്തേക്ക് കളയണം. അപ്പൊ ആ എനർജി പുറത്തേക്ക് കളയുന്നത് സാധാരണ എന്ത് ചെയ്യുന്നു, ലൈറ്റ് എമിറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, അത് തിളങ്ങുന്നതായിട്ട് കാണാം. അതിനെയാണ് നമ്മൾ ഫ്ലൂറസെൻസ്. അപ്പൊ എനർജിയെ നമ്മൾ പുറത്തേക്ക് കളയുന്ന ആ ഒരു പ്രോസസ്സിനെ ഫ്ലൂറസെൻസ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ റോങ് പെയർ. ഓപ്ഷൻസ്: ഫാദർ ഓഫ് യൂറോപ്യൻ നെമറ്റോളജി ബാസ്റ്റിയൻ, ഫാദർ ഓഫ് വേൾഡ് നെമറ്റോളജി എൻ.എ. കോബ്, ഫാദർ ഓഫ് ഇന്ത്യൻ നെമറ്റോളജി എം.എം. ആലം, ഫാദർ ഓഫ് പ്ലാന്റ് പത്തോളജി ഇ.ജെ. ബട്ട്ലർ. അപ്പൊ ഇതില് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, റോങ് ആയിട്ടുള്ള പെയർ എന്ന് പറയുന്നത് ഫാദർ ഓഫ് പ്ലാന്റ് പത്തോളജിയാണ് ഇ.ജെ. ബട്ട്ലർ. അപ്പൊ നമുക്കറിയാം പ്ലാന്റ് പത്തോളജിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഫൈറ്റോ പത്തോളജിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ഹെൻറിക് ആന്റൺ ഡി ബാരി അല്ലെ. സോ ഫാദർ ഓഫ് പ്ലാന്റ് പത്തോളജി ഇ.ജെ. ബട്ട്ലർ അല്ല, ഹെൻറിക് ആന്റൺ ഡി ബാരി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Blackman's law was conceived in connection with options photosynthesis, respiration, transpiration, root pressure. അപ്പൊ ബ്ലാക്ക്മാൻസ് ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ ഓർക്കേണ്ട റൈറ്റ് ഓപ്ഷൻ ഇസ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ബ്ലാക്ക്മാൻസ് ലോ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ബ്ലാക്ക്മാൻ ലോ അല്ലെങ്കിൽ ബ്ലാക്ക്മാൻ റിയാക്ഷൻ എന്തിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഒരു റേറ്റ് ഡിറ്റർമിനിങ് പ്രോസസ് ആണ്. അതായത് ഫോട്ടോസിന്തസിസിന്റെ റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന, അതായത് എത്രത്തോളം പെട്ടെന്ന് ഫോട്ടോസിന്തസിസ് നടക്കുന്നു എന്നുള്ളത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഫാക്ടേഴ്സ് 3 എണ്ണമാണെന്നാണ് മെയിൻ ആയിട്ട് ബ്ലാക്ക്മാൻ പറഞ്ഞത്. ആ 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലൈറ്റ് ഇന്റൻസിറ്റി, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ, പിന്നെ ടെമ്പറേച്ചർ. ഈ 3 ഫാക്ടേഴ്സുമാണ് ഫോട്ടോസിന്തസിസിന്റെ റേറ്റിനെ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് എന്നാണ് ബ്ലാക്ക്മാന്റെ ലോ പറഞ്ഞത്. സോ വെൻ ഫോട്ടോസിന്തസിസ് ഈസ് സാച്ചുറേറ്റഡ് വിത്ത് ബോത്ത് ലൈറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ബ്ലാക്ക്മാൻ തിയറൈസ് ചെയ്തെന്ന് വെച്ചാൽ അറ്റ് മോഡറേറ്റ് ലൈറ്റ് ഇന്റൻസിറ്റീസ് the light reaction limits or phases the entire process. അപ്പൊ ബ്ലാക്ക്മാൻ കണ്ടുപിടിച്ച ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഇന്റൻസിറ്റിയുടെ കേസസിൽ നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് റിയാക്ഷൻ ഉണ്ട്, ഡാർക്ക് റിയാക്ഷൻ ഉണ്ട്. പക്ഷെ ലൈറ്റ് റിയാക്ഷനിൽ ലൈറ്റ് ആവശ്യമാണ്. അപ്പൊ ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയുന്ന സമയത്ത് ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് എന്ത് ലിമിറ്റ് ചെയ്യും അല്ലെങ്കിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. വേറെ ടേംസിൽ നമുക്ക് വേറെ രീതി പറഞ്ഞാൽ ഡാർക്ക് റിയാക്ഷൻ ആയിരിക്കും അപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നത്, ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഡാർക്ക് റിയാക്ഷൻ ഈസ് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് ഓൾ ദ ഇന്റർമീഡിയറ്റ് സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലൈറ്റ് റിയാക്ഷൻ. അവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഡാർക്ക് റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ലൈറ്റ് ഇന്റൻസിറ്റി എന്ത് ചെയ്തു, നമ്മുടെ ഫോട്ടോസിന്തസിസിനെ ബാധിച്ചു. അപ്പൊ ബ്ലാക്ക്മാൻ പറഞ്ഞത് ഈ 3 ഫാക്ടേഴ്സുമാണ് മെയിൻ ആയിട്ട് ഫോട്ടോസിന്തസിസിന്റെ റേറ്റിനെ എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. സോ ബ്ലാക്ക്മാൻ ലോ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൽ ഗാമറ്റോഫൈറ്റ് ഓഫ് ആൻജിയോസ്പേംസ് ഓർ മോണോകോട്ട്സ് ഈസ്. ആൻജിയോസ്പേംസ് അല്ലെങ്കിൽ മോണോകോട്ട് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ മെയിൽ ഗാമറ്റോഫൈറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: മൈക്രോസ്പോറാഞ്ചിയം, ന്യൂസെലസ്, മൈക്രോസ്പോർ ആൻഡ്
സ്റ്റേമൻ. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൈക്രോസ്പോർ ആണ്. അപ്പൊ നമ്മുടെ മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് ഓപ്ഷൻ ഈസ് മൈക്രോസ്പോർ. മൈക്രോസ്പോർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ് പ്ലാന്റ് സ്പോർസ് ആണ്. ലാൻഡ് പ്ലാന്റ് സ്പോർസ് എന്ന് പറയുമ്പോൾ കരയിൽ വളരുന്ന ചെടികളിലെ സ്പോർസ് ആണ് ദാറ്റ് ഡെവലപ്പ് ഇൻ ടു മെയിൽ ഗാമിറ്റോഫൈറ്റ്സ്. നമ്മൾ എപ്പോഴും ഓർക്കാം മെയിക്രോസ്പോർ എന്ന് പറയുന്നത് മെയിൽ സെല്ലാണ് അല്ലെങ്കിൽ സ്പോർ ആണ്. ഇത് വളർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ട് മാറുന്നത്. അതിനെ നമ്മൾ മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നു. ഇനി മെഗാസ്പോർ ആണെങ്കിലും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ് അത്? ഫീമെയിൽ സെൽസ് ആണ്. അപ്പൊ ഫീമെയിൽ സ്പോർ ആണ്. അത് എന്ത് ചെയ്യുന്നു, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നു. സോ നമുക്ക് രണ്ട് ടൈപ്പാണുള്ളത്, മൈക്രോസ്പോറും മാക്രോസ്പോറും. മാക്രോസ്പോർ ഈസ് ഫീമെയിൽ, മൈക്രോസ്പോർ ഈസ് മെയിൽ. ഇനി മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പേം സെൽസിന് എന്ത് ചെയ്യുന്നു, സ്പേം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാക്കുന്ന എക്സ് സെല്ലിനെ ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ട് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സ്പേം സെൽസ് ആണ് ഈ മെയിൽ ഗാമിറ്റോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മൈക്രോസ്പോർസ് എന്ന് പറയുന്നത് എന്താണ്, ഇത് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ സ്പോർ ആയതുകൊണ്ട് അത് എപ്പോഴും അതിന്റെ പ്ലോയിഡി അല്ലെങ്കിൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും, അല്ലെ, ഹാപ്ലോയിഡ് ആയിരിക്കും. കാരണം ഇതിന് ഫീമെയിലിന്റെ എക്സെല്ലുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അത് കറക്റ്റ് എമൗണ്ട് ഓഫ് ക്രോമോസോംസ് അല്ലെങ്കിൽ കറക്റ്റ് എമൗണ്ട് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. പിന്നെ മൈക്രോസ്പോർസ് ഹാപ്ലോയിഡ് ആയിട്ടാണ് വരുന്നത് ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡിപ്ലോയിഡ് മൈക്രോസ്പോറോസൈറ്റ്സ് ബൈ മിയോസിസ്. ഇത് ആരാ ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണ് ഉണ്ടായി വരുന്നത്? മൈക്രോസ്പോറോസൈറ്റ്. അപ്പൊ മൈക്രോസ്പോർ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസ്പോറോസൈറ്റുകളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മൈക്രോസ്പോർ കിട്ടുന്നത്. അപ്പൊ ഇല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്താൽ മതി, സ്പോറോസൈറ്റ് അതിൽ നിന്ന് നമുക്ക് സ്പോർസ് കിട്ടും. സ്പോർസിൽ നിന്ന് നമുക്ക് ഗാമിറ്റോഫൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ ഗാമിറ്റോഫൈറ്റിനകത്തായിരിക്കും സാധാരണ പലപ്പോഴും സ്പോറോസൈറ്റുകൾ കാണപ്പെടുന്നത്. ഇനി ഈ സ്പോറോസൈറ്റിൽ നിന്ന് നമുക്ക് സ്പോർ കിട്ടുന്നത് എങ്ങനെയാ, മിയോസിസ് എന്ന പ്രോസസ് വഴി, അല്ലെ, മിയോസിസ് എന്ന പ്രോസസ് വഴി. ഇപ്പൊ ഇവിടെ മൈക്രോന്നോ മാക്രോന്നോ നമുക്ക് കൊടുക്കാം. അപ്പൊ മൈക്രോസ്പോർ മെയിലിന്റെ കേസിലാണെങ്കിൽ മൈക്രോസ്പോറോസൈറ്റിൽ നിന്ന് മൈക്രോസ്പോർസ് കിട്ടും, അത് മെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഫീമെയിലിന്റെ കേസ് ആണെങ്കിൽ നമ്മുടെ മാക്രോസ്പോറോസൈറ്റ്സിൽ നിന്ന് മാക്രോസ്പോർസ് കിട്ടും, അതെന്ത് ചെയ്യും, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആന്തർ ഓഫ് ദ ഫ്ലവറിംഗ് പ്ലാന്റ്. ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് സാധാരണ പൂക്കൾ തരുന്ന ചെടികളായിരിക്കും, അല്ലെ, ആൻഡ് ഫ്രൂട്ട് ബെയറിംഗ് ആയിട്ടുള്ള ചെടികളായിരിക്കും. അപ്പൊ ഇതിന്റെ പൂക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അതിലെന്ത് ഫീമെയിലും മെയിലും ആയിട്ടുള്ള പാർട്സ് ഉണ്ട്, അല്ലെ. അപ്പൊ ആന്തർ ആണ് ഇതിന്റെ മെയിൽ പാർട്ട്. ആ ആന്തർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. എങ്ങോട്ട്? 4 patches of tissue differentiate from the main mass of സെൽസ്. അപ്പൊ ഈ ആന്തർ ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ അകത്ത് ടിഷ്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിട്ട് മാറുന്നു. ഈ ടിഷ്യൂ സെൽസ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ത് ചെയ്യുന്നു, കണ്ടെയ്ൻ മെനി ഡിപ്ലോയിഡ് മൈക്രോസ്പോറോസൈറ്റ് സെൽസ്. ഇതിനകത്ത് ഈ ആന്തർ മെച്ചർ ആകുന്ന സമയത്ത് ഹാപ്ലോയിഡ് എന്നുള്ളത് ഡിപ്ലോയിഡ് ആയിട്ട് മാറും. മൈക്രോസ്പോറോസൈറ്റ് സെല്ലുകളായിട്ട് ഈ ആന്തറിനകത്ത് നമ്മളെ ഗാമിറ്റോഫൈറ്റിന്റെ ഒരു ഭാഗമായിട്ട് വരും ആന്തർ. അപ്പൊ ആന്തർ എന്ത് ചെയ്യുന്നു, അതൊരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോറോസൈറ്റ് സെല്ലുകളായിട്ട് മാറും. അതിലെ ഓരോ സെൽ അത് ഡിപ്ലോയിഡ് ആണ്, അത് ഡിവൈഡ് ചെയ്തിട്ടാണ് മിയോസിസ് വഴി ഡിവൈഡ് ചെയ്താണ് നമ്മൾ സ്പോർ ഉണ്ടാക്കുന്നത്. ഇനി അപ്പോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇൻ ആൻജിയോസ്പേംസ് എ മെച്യൂർ മെയിൽ ഗാമെറ്റോഫൈറ്റ് ഈസ് ഫോംഡ് ഫ്രം എ pollen mother cell through options 2 meiotic divisions, 3 mitotic divisions, 1 meiotic and 2 mitotic divisions, a single meiotic division. ഇപ്പോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ ആൻജിയോസ്പേംസിൽ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള മെയിൽ ഗാമെറ്റോഫൈറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? എങ്ങനെ? പോളൻ മദർ സെൽ, ഒരു പോളൻ മദർ സെല്ലിന് നമ്മൾ PMC എന്നും പറയും. അപ്പൊ ഈ പോളൻ മദർ സെല്ലിൽ നിന്ന് എങ്ങനെയാണ് ഒരു മെച്യൂർ ആയിട്ടുള്ള മെയിൽ ഗാമെറ്റോഫൈറ്റ്, പോളൻ മദർ സെല്ലിൽ നിന്ന് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു മെയിൽ ഗാമെറ്റോഫൈറ്റ് ഉണ്ടാകുന്നത് ഏതൊക്കെ ഡിവിഷൻസ് അണ്ടർഗോ ചെയ്തിട്ടാണ്? അപ്പൊ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇസ് സി, 1 meiotic and 2 mitotic divisions. അപ്പോ ഈ ഒരു പ്രോസസ് നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയും. മൈക്രോസ്പോർസ് ഉണ്ടായി വരുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനിസിസ്. അത് ആന്തറിനകത്താണ് നടക്കുന്നത്. അത് ഇൻവോൾവ് ചെയ്യുന്നത് മിയോട്ടിക് ഡിവിഷൻ ഓഫ് പോളൻ മദർ സെൽസ്. നമുക്കറിയാം ആന്തറിനകത്ത് എന്തുണ്ടാകും, ആന്തർ ആണ് പോളൻ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഈ പോളൻ എന്ത് ചെയ്യും, പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ അതിന്റെ ആ സെൽസ് എന്ത് ചെയ്യും, മിയോസിസ്, മിയോട്ടിക് ആയിട്ടുള്ള ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് നമുക്ക് എന്ത് തരും, മൈക്രോ സ്പോർസ് ഉണ്ടാക്കും.
ഇവിടെ 4 മൈക്രോസ്പോർ ഉണ്ടാക്കും. ഒരു പോളൻ മദർ സെല്ല് 4 മൈക്രോസ്പോർ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മെച്യൂർ pollen development consists of meiotic and mitotic divisions. After meiotic division, microspores are generated by microsporocytes and each microspore undergoes asymmetric mitotic division. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആ പോളൻ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് മൈക്രോസ്പോർ ഉണ്ടാക്കി. ഇനി അതിന് തന്നെ പിന്നെ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു സെയിം നേച്ചറുള്ള ഒരു സ്പോർസ് വീണ്ടും നമ്മൾ ഉണ്ടാക്കാനായിട്ട് മൈറ്റോസിസ് ആയിരിക്കും അണ്ടർഗോ ചെയ്യുന്നത്. അതിന് നമ്മൾ പോളൻ മൈറ്റോസിസ് 1 എന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. ഈ മൈറ്റോസിസ് വഴി നമുക്ക് പലപ്പോഴും കിട്ടുന്നത് ബോഡി സെൽസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സെൽസ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ജനറേറ്റീവ് സെൽസ് അതായത് റീപ്രൊഡക്റ്റീവ് സെൽസ് കിട്ടാറുണ്ട്. ബട്ട് എനിവേ ആൻജിയോസ്പേംസിൽ ഒരു മെച്ചുവർഡ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻ അതായത് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് കിട്ടണമെങ്കിൽ പോളൻ മദർ സെല്ല് ഒരു മിയോസിസും 2 മൈറ്റോസിസും അണ്ടർഗോ ചെയ്യണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, root pressure is maximum when options transpiration is low, absorption high, transpiration is high, absorption low, both transpiration and absorption high, both transpiration and absorption is low. അപ്പൊ ഈ ചോദ്യത്തിന്റെ റൈറ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ട്രാൻസ്പിറേഷൻ ഇസ് ലോ, അബ്സോർപ്ഷൻ ഹൈ. അപ്പൊ റൂട്ട് പ്രഷർ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ റൂട്ട് പ്രഷർ എന്ന് പറയുന്നത് is transverse osmotic pressure within the cells of a root system that causes sap to rise through a plant stem to the leaves. അതായത് ഒരു ട്രാൻസ്വേഴ്സ് ഓസ്മോട്ടിക് പ്രഷറാണ് റൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഈ പ്രഷർ കാരണമാണ് നമ്മുടെ ചെടികളില് താഴെ റൂട്ടിൽ നിന്നും ഈ സാപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ വെള്ളം എന്ത് ചെയ്യുന്നത്, ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്ത് മേളിലോട്ട് വരികയും അത് ഇലകളിലേക്കൊക്കെ എത്തുകയും ചെയ്യുന്നത്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാല് രാത്രി സമയങ്ങളിലാണ് ഈ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ മോയിസ്ചർ കൂടിയ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രഷറാണ് ഈ റൂട്ട് പ്രഷർ. സാധാരണ നമ്മൾ ഈ ഒരു റൂട്ട് പ്രഷർ ഡിസ്കസ് ചെയ്യാറില്ല. നമുക്ക് ഇവിടെ ഒരു ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് എന്താണെന്ന് അറിയാം, ഒരു 2 ഡിഫറെന്റ് കോൺസെൻട്രേഷൻസ് ഉള്ള സൊല്യൂഷൻ ഒരു മെംബ്രെയിനിൽ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പോകാനായിട്ട് സാധ്യത, സോൾവെന്റ് തിരിച്ചും പോകും അല്ലെ. പിന്നെ റൂട്ട് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു കൈൻഡ് ഓഫ് ഇതാണ്, ഈ ഒരു കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ഈ ഒരു റൂട്ട് പ്രഷർ ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്കറിയാം ഇവാപറേഷൻ വെച്ചിട്ട് ഈ സക്ഷന പ്രഷറൊക്കെ ഉണ്ടാകും നമ്മുടെ ചെടികളിൽ, പക്ഷെ അതല്ല. ഇത് റൂട്ട് പ്രഷർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഡിഫറൻസ്, അതിന്റെ ഒരു ട്രാൻസ്വേഴ്സ് അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത്. ഇത് എപ്പോഴും ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ നിന്ന് സാധാരണ രാത്രി സമയങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത്. കാരണം അപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് സൺലൈറ്റ് ഇല്ല അല്ലെ. സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഇവാപറേഷൻ നടക്കില്ല അല്ലെ. ഇവാപറേഷൻ നടക്കാതെ വരുമ്പോഴത്തേക്കും നമുക്കൊരു പുള്ള കിട്ടില്ല, സക്ഷൻ കിട്ടില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, വെള്ളം വലിച്ചെടുക്കാൻ പറ്റാതെയാകും. അങ്ങനത്തെ കണ്ടീഷൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റൂട്ട് പ്രഷർ വെച്ചിട്ട് വെള്ളം ചെടി അബ്സോർബ് ചെയ്തെടുക്കുന്നത്. സോ രാത്രി സമയങ്ങളിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രാൻസ്പിറേഷനും ലോ ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യും, മോയിസ്ചർ കണ്ടന്റ് ഒക്കെ അല്ലെങ്കിൽ ചുറ്റും ഒരു ടെമ്പറേച്ചർ ലോ ആയതുകൊണ്ട് ഈ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ അവിടെ അബ്സോർപ്ഷൻ ഹൈ ആയിരിക്കും. അപ്പം റൂട്ട് പ്രഷർ മാക്സിമം ആകുന്ന എപ്പോഴാണ്, ട്രാൻസ്പിറേഷൻ ലോ ആയിട്ടുള്ള സമയത്തും അബ്സോർപ്ഷൻ ഹൈ ആയിട്ടുള്ള സമയത്താണ്. ഇത് സാധാരണയായിട്ട് നൈറ്റ് ടൈമിലാണ് കൂടുതലും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് റിഡക്ഷൻ ഇൻ പെന്റോസ് ഫോസ്ഫേറ്റ് പാത്വേ ഈസ് ഓപ്ഷൻസ് ഓക്സിഡേഷൻ ഓഫ് 6-phosphogluconate, ബി ഓക്സിഡേഷൻ ഓഫ് ഫ്രക്ടോസ് 6-phosphate, സി ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് 6-phosphate, ഡി ഓക്സിഡേഷൻ ഓഫ് ഫ്രക്ടോസ് 5-phosphate. അപ്പൊ ഇവിടെ പറഞ്ഞത് പെന്റോസ് ഫോസ്ഫേറ്റ് പാത്വേയിലെ ഫസ്റ്റ് റിഡക്ഷൻ ആരുടെയാണ് നടക്കുന്നതെന്നാണ്. ഫസ്റ്റ് റിഡക്ഷൻ ഇൻ പെന്റോസ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് 6-phosphate. ഏതാണ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് 6-phosphate. അപ്പോൾ ഇത് PPP എന്നാണ് ഇതിനെ പറയുന്നത്, പെന്റോസ് ഫോസ്ഫേറ്റ് പാത്വേ. ഇത് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഫ്രം ഗ്ലൂക്കോസ് 6-phosphate അല്ലെങ്കിൽ G6P. G6P-യിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന് എന്ത് ചെയ്യുന്നു, ബ്രാഞ്ചസ് ഫ്രം G6P പ്രൊഡ്യൂസസ് NADPH ആൻഡ് റൈബോസ് 5-phosphate. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, NADPH-ഉം പിന്നെ റൈബോസ് 5-phosphate അല്ലെ, റൈബോസ് 5-phosphate and shuns the carbons back to glycolytic or gluconeogenic pathway. പിന്നെ ബാക്കിയുള്ള കാർബൺ എന്തും തിരിച്ച് ഗ്ലൈക്കോലിറ്റിക് പാത്വേയിലോട്ടോ അല്ലെങ്കിൽ ഗ്ലൂക്കോണിയോജനിക് പാത്വേയിലേക്ക് തിരിച്ചു കടത്തിയത്. ഈ പാത്വേയിൽ നമ്മൾ G6P-യുടെ ഇവിടെ ഈ ഒരു ഓക്സിഡേഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ പ്രോസസ്സിൽ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് ഈ G6P
DH ആണ്. G6P DH എന്ന് പറയുമ്പോൾ ഡീഹൈഡ്രോജനേസ്, G6P എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ആണ് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ എൻസൈം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു G6P യിൽ നിന്ന് NADPH പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഈ സബ്സ്ട്രേറ്റ് യൂട്ടിലൈസ്ഡ് ഫോർ ലിപ്പോജെനിസിസ് ആൻഡ് ഗ്ലൂട്ടത്തയോൺ റീജനറേഷൻ ബൈ ഗ്ലൂട്ടത്തയോൺ റിഡക്ടേസ്. ഇതൊക്കെ പിന്നെ ബാക്കിയുള്ള പ്രോസസ്സസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ബട്ട് ദ ക്വസ്റ്റ്യന്റെ ആൻസർ ഈസ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. Photophosphorylation is the process in which options carbon dioxide and oxygen unite, phosphoglyceric acid is produced, aspartic acid is formed, light energy is converted into chemical energy through production of ATP. So right option photophosphorylation എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡിന്റെയും ഓക്സിജന്റെയും യൂണൈറ്റ് ആണ്. സോ റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ. സോ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? ഫോട്ടോ എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണ്, അപ്പൊ സൺലൈറ്റ് ഉണ്ട് അല്ലെ. ഫോസ്ഫോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ADPനെ ATP അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സൺലൈറ്റ് ആയിരിക്കും. യൂസിങ് ദ എനർജി ഓഫ് സൺലൈറ്റ് ബൈ ആക്ടിവേഷൻ ഓഫ് PS2. നമുക്കറിയാം ഫോട്ടോ സിസ്റ്റം 1 ഉം 2 ഉണ്ട് അല്ലെ. അതിൽ ഫോട്ടോ സിസ്റ്റം 2 ആക്ടിവേറ്റ് ആയിട്ട് ഈ ഒരു കൺവേർഷൻ നടത്തുന്നതിനെയാണ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെന്താ ഇക്വേഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂളിന്റെ ഫോട്ടോലിസിസ് ആണ് നടക്കുന്നത്. ഓക്കെ, പ്രോസസ് ആണ് ഫോട്ടോലിസിസ്. ഫോട്ടോലിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ പ്രസൻസിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ വാട്ടർ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഒരു റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. വാട്ടർ gives 2H+, ഹൈഡ്രജൻ അയോൺസ് ആയിട്ടും 2 ഇലക്ട്രോൺ ആയിട്ടും പിന്നെ ഒരു ഹാഫ് ഓക്സിജൻ മോളിക്യൂൾ, അതായത് ഒരു നേസന്റ് ഓക്സിജൻ ആയിട്ട് മാറും. ഇതിൽ ഈ ഹൈഡ്രജൻ അയോൺസ് പിന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് NADPH പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? NADPH. അപ്പൊ ഇവിടെ വരുന്ന എൻസൈം എന്ന് പറയുന്നത് NADP ആയിരിക്കും. പിന്നെ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പാസ് ചെയ്യുന്നത് PS2 നമ്മുടെ ഫോട്ടോ സിസ്റ്റം 2ലേക്കും പാസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഫോട്ടോ ഫോസ്ഫോറിലേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേസ് സ്പെസിഫിക് റെസിസ്റ്റൻസ് കോൾഡ്. ഓപ്ഷൻസ് വെർട്ടിക്കൽ റെസിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ്, അഡൽട്ട് പ്ലാന്റ് റെസിസ്റ്റൻസ് ആൻഡ് അപ്പാരന്റ് റെസിസ്റ്റൻസ്. അപ്പോൾ റേസ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ റൈറ്റ് ഓപ്ഷൻ ഇസ് വെർട്ടിക്കൽ റെസിസ്റ്റൻസ്. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് റെസിസ്റ്റൻസ് ടു സം പാത്തജൻ ഐസൊലേറ്റ്സ് ആൻഡ് നോട്ട് ടു അതേഴ്സ് ആൻഡ് ഇസ് റിലേറ്റീവ്ലി സിംപ്ലി ഇൻഹെറിറ്റഡ്. അതായത് ചില ചെടികൾ ചില പാത്തജൻസിന് മാത്രം ഭയങ്കരമായിട്ട് റെസിസ്റ്റൻസ് കാണിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ബാക്കി പാത്തജൻസിനൊന്നും അങ്ങനെ ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യില്ല. അങ്ങനത്തെ കേസ്. ആൻഡ് ഇത് പലപ്പോഴും ചെടി ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെ അതായത് ഒരു ജനറേഷനിൽ അടുത്ത ജനറേഷനിലേക്ക് ജീൻസ് വഴി ഇത് പാസ് ഓൺ ചെയ്ത് എളുപ്പം പോവുകയും ചെയ്യുന്നതാണ്. അപ്പോ ഇത് ഒരൊറ്റ റേസിന്, ഒരു പ്രത്യേക റേസ് ഓഫ് പാത്തജൻസിനോ അല്ലെങ്കിൽ പ്രത്യേക സ്ട്രെയിൻ ഓഫ് പാത്തജൻസിന് മാത്രം റെസിസ്റ്റന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് നിൽക്കും. പക്ഷെ ബാക്കിയുള്ളതിനൊന്നും അങ്ങനെ കാണത്തില്ല. ഹൈ ഡിഗ്രി ഓഫ് റെസിസ്റ്റൻസ് ടു എ സിംഗിൾ റേസ് ഓർ സ്ട്രെയിൻ, അതിനാണ് നമ്മൾ വെർട്ടിക്കൽ റെസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ എബിലിറ്റി സാധാരണയായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ അല്ലെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ജീൻസ് ആയിരിക്കും. അതായത് കൂടുതൽ ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കില്ല ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് കുറച്ച് ജീൻസിൽ ജനറ്റിക് മെറ്റീരിയലാണ് ഈ ഒരു റെസിസ്റ്റൻസ് കോഡ് ചെയ്തിരിക്കുന്നത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, alternate host of black rust is. ഓപ്ഷൻസ് ബാർബറി, ബാജ്ര, റൈസ്, വീറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ബ്ലാക്ക് റസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് റസ്റ്റ് എന്ന് പറയുന്ന പാത്തജന്റെ ഓൾട്ടർനേറ്റ് ഹോസ്റ്റ്. നമ്മൾ ഓൾട്ടർനേറ്റ് ഹോസ്റ്റ് ഒക്കെ പഠിച്ചത് നമ്മൾ ഏത് ചെടിയാണോ അത് ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഹോസ്റ്റ് അല്ലെ, സാധാരണ ഒരു ഹോസ്റ്റ് എന്ന് പറയും. ഇനി ചിലപ്പോഴൊക്കെ പല പാത്തജൻസിന് അതിന്റെ ലൈഫ് സൈക്കിള് ആ ഒരൊറ്റ പ്ലാന്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ പലപ്പോഴും അത് ഒന്നിൽ കൂടുതൽ ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ചിലപ്പോൾ അതിന്റെ ലൈഫ് സൈക്കിൾ കുറച്ച് ടൈം സർവൈവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അഡീഷണൽ ഹോസ്റ്റിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും അതൊരു കളച്ചെടികളാകാം. നമ്മുടെ മെയിൻ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോപ്പ് ആയിരിക്കും പലപ്പോഴും. അപ്പൊ ഇവിടെ ബ്ലാക്ക് റസ്റ്റ് എന്ന് പറയുന്ന ഈ പാത്തജന്റെ ഓൾട്ടർനേറ്റ് ഹോസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്ന. ഓപ്ഷൻസ് ബാർബറി, ബാജ്ര, റൈസ്, വീറ്റ്. റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബാർബറിയാണ്. അപ്പൊ റസ്റ്റ് ഡിസീസസ് ദാറ്റ് റിക്വയർ 2 ഹോസ്റ്റ് പ്ലാന്റ്സ് കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ജനറലി ഹാവ് വാട്ട് ഈസ് നോൺ ആസ് ഇക്കണോമിക് ഹോസ്റ്റ് ആൻഡ് ആൻ ഓൾട്ടർനേറ്റ് ഹോസ്റ്റ്. അപ്പൊ റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്ന അതായത് ചെടികളിൽ റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്ന പാത്തജൻസ് പലപ്പോഴും ലൈഫ് സൈക്കിൾ 2 എണ്ണത്തിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോപ്പ് ആയിരിക്കും, അതിന് എക്കണോമിക് ഹോസ്റ്റ് എന്നും പറയും. രണ്ടാമത്തതിന് ഓൾട്ടർനേറ്റ് ഹോസ്റ്റ്, അതായത്
രണ്ടാമത്തെ സപ്പോർട്ടിങ് ചെടി. അപ്പൊ ഇവിടെ എക്കണോമിക് കോസ്റ്റ് വീറ്റ് ആയിരിക്കും, ഗോതമ്പിന്റെ ചെടിയായിരിക്കും, മറ്റത് പലപ്പോഴും ഒരു കളച്ചെടിയായിരിക്കും. ആൻഡ് ഇവിടെ അത് ബാർബറിയാണ്. ഓക്കെ, പേര് ഓർത്ത് വെച്ചിരിക്കുക, ബാർബറി. ഇപ്പൊ വീറ്റ് ആണ് ഇവിടുത്തെ പ്രൈമറി ഹോസ്റ്റ്, ബാർബറി ഇവിടുത്തെ ഓൾട്ടർനേറ്റ് ഹോസ്റ്റ്. ഈ റസ്റ്റിന് നമ്മൾ പലപ്പോഴും റെഡ് റസ്റ്റ് അല്ലെങ്കിൽ റെഡ് ഡസ്റ്റ് എന്നും നമ്മൾ പറയാറുണ്ട്. കാരണം ഇതിന്റെ സ്പോർ എന്ന് പറയുന്നത് ഈ ഇലകളുടെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ചുമന്ന നിറമായിട്ട് കാണുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ ലേറ്റർ ദ സ്പോർസ് ചേഞ്ച് ആൻഡ് ബിക്കം ഡാർക്ക് ഇൻ കളർ വിച്ച് ഗിവ്സ് റൈസ് ടു അനദർ കോമൺ നെയിം ബ്ലാക്ക് റസ്റ്റ്. പലപ്പോഴും ഈ നിറം ഇത് പിന്നീട് കുറെ ടൈം ലീഫിന്റെ മേളിലിരുന്ന് അത് ഡാർക്കായി ഒരു കറുത്ത നിറം പോലെ ആകാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ റെഡ് റസ്റ്റ് എന്ന് വിളിക്കുന്നതിന് ബ്ലാക്ക് റസ്റ്റ് എന്നും പലപ്പോഴും വിളിക്കാറുണ്ട്. സോ ബ്ലാക്ക് റസ്റ്റിന്റെ ഓൾട്ടർനേറ്റ് ഹോസ്റ്റ് ആണ് ബാർബറി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ റോങ് പെയർ. ഓപ്ഷൻസ്: ഹൈപ്പർട്രോഫി, abnormal increase in size of organ; hyperplasia, abnormal increase in number of cells of the organ; atrophy, inhibition of growth or dwarfing; necrosis, ഡെത്ത് ഓഫ് പ്ലാന്റ്. അപ്പോൾ ഇതിൽ റോങ് ആയിട്ടുള്ള പേരാണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള പേർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, നെക്രോസിസ്, ഡെത്ത് ഓഫ് പ്ലാന്റ്. അപ്പം നെക്രോസിസ് എന്ന് പറയുന്നത് നമ്മൾ ഡെത്ത് ഓഫ് പ്ലാന്റിനെ അല്ല പറയുന്നത്. നെക്രോസിസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു ബോഡിയിലെ കുറച്ച് റീജിയൻ മാത്രം അല്ലെങ്കിൽ ടിഷ്യൂസോ കുറച്ച് ഭാഗങ്ങൾ മാത്രം നശിച്ചു പോകുന്നതിനാണ്. അപ്പൊ ഹോൾ പ്ലാന്റ് അവിടെ ഡെഡ് ആകുന്നില്ല. അപ്പൊ നെക്രോസിസ് ഇസ് ദ കണ്ടീഷൻ when plants or plant cell cultures are subjected to abiotic stress. Abiotic stress എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പാത്തജൻ ഇൻവേഡ് ചെയ്തിട്ടുള്ളതൊന്നും ആയിരിക്കില്ല. പലപ്പോഴും എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഒക്കെ പോലത്തെ കോസസ് കാരണം എന്ത് ചെയ്യും, പെട്ടെന്ന് അതിന്റെ പ്ലാന്റ് ബോഡിയിലുള്ള ചില സെൽസ് ഒക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ നെക്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെത്ത് ഓഫ് പ്ലാന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇൻ ദ റൈറ്റ് ഓപ്ഷൻ നെക്രോസിസ് ആണ്, ഡെത്ത് ഓഫ് പ്ലാന്റ്. ഇറ്റ് ഈസ് നോട്ട് ഡെത്ത് ഓഫ് പ്ലാന്റ്, ഡെത്ത് ഓഫ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.